Hi, welcome to Sensor School of Life Sciences. Today we are going to discuss the topic limnology. ലിംനോളജി നമ്മുടെ അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഏഴാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ലിംനോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റത്തിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ്. ഇപ്പൊ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആണെങ്കിൽ തന്നെയും പോണ്ട്, ലേക്ക് പോലുള്ള എക്കോസിസ്റ്റംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റംസിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ, ദെൻ അവരുടെ ഡിഫറെന്റ് സോൺസ് ഉണ്ടല്ലേ, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കാൻ പോകുന്നത്. ഒപ്പം വെറ്റ്ലാൻഡ്സിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ലിംനോളജി എന്ന് പറയുന്ന ആ ഒരു ടേം എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻലാൻഡ് വാട്ടേഴ്സ്. ഇൻലാൻഡ് വാട്ടേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെ നമ്മൾ എന്ത് പറയുന്നത്? ലിംനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഇൻലാൻഡ് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ലേക്സ്, അതായത് ഫ്രഷ് വാട്ടർ ലേക്കും സലൈൻ ലേക്കും ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ റിസർവോയേഴ്സ്, റിവേഴ്സ്, സ്ട്രീംസ്, വെറ്റ്ലാൻഡ്സ്, ഗ്രൗണ്ട് വാട്ടർ, ഇതൊക്കെ എന്താണ്? ഇൻലാൻഡ് വാട്ടേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ആൻഡ് ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ നമ്മുടെ എക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്ന ചില എക്കോസിസ്റ്റംസ് ആണല്ലേ. അപ്പൊ ഈ എക്കോസിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ ലൈഫ് നിലനിൽക്കുള്ളൂ. അപ്പൊ ഈ എക്കോസിസ്റ്റംസിനെ പറ്റി നമ്മൾ ഇവരുടെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നോക്കാം, ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരാൻ പറ്റുന്ന ഏതൊക്കെ എൻവയോൺമെന്റ് ഉണ്ടെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ലേക്ക്, പോണ്ട്, റിവർ, സ്വാമ്പ്, മാർഷ്, ബോഗ്, ഫെൻ, ഇതൊക്കെ എന്താണ്? ഫ്രഷ് വാട്ടർ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ എൻവയോൺമെന്റിനെ പറ്റിയിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു മുന്നേ ഇൻലാൻഡ് വാട്ടേഴ്സ്. ഓക്കെ, ഇൻലാൻഡ് വാട്ടറിൽ വാട്ടർ ഫ്ലോയിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ നമ്മൾ രണ്ടായിട്ട് ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ലോട്ടിക് ആൻഡ് ലെൻറ്റിക്. ലോട്ടിക് എന്ന് പറഞ്ഞാൽ റണ്ണിങ് വാട്ടർ സിസ്റ്റംസ് ആണ്, അതായത് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. റണ്ണിങ് വാട്ടർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ലോട്ടിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? റിവേഴ്സ് ആണ്. അപ്പൊ അതിനൊരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടായിരിക്കും വിത്ത് എ ക്ലിയർ ഡിറക്ഷൻ. ദെൻ ലെൻറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ലെൻറ്റിക് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് വാട്ടർ ആണ്, അതായത് ഒരിടത്ത് നിൽക്കുന്ന, ഫ്ലോ ചെയ്യുന്നില്ല, കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു വാട്ടർ ബോഡീനെ നമ്മൾ എന്ത് പറയുന്നത്? ലെൻറ്റിക് എന്ന് പറയുന്നത്. ലെൻറ്റിക്കിന് എക്സാമ്പിൾ ആയിട്ടുള്ള അതാണ് എന്ത്? ലേക്ക്, പോണ്ട്, സ്വാമ്പ് ഒക്കെ എന്താണ്? ലെൻറ്റിക് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് ലോട്ടിക്കും ലെൻറ്റിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ നമ്മുടെ ഫ്രഷ് വാട്ടർ ബോഡീസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ലേക്ക്. ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ഡീപ് ബോഡി ഓഫ് വാട്ടർ ഇൻ എ ബേസിൻ നോട്ട് കണക്റ്റഡ് ടു സീ അല്ലെ. നമ്മളെ സീയുമായിട്ട് കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത ലാർജ് ആൻഡ് ഡീപ് വാട്ടർ ബോഡീനെ നമ്മൾ എന്ത് പറയുന്നത്? ലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലേക്കിന് സ്ട്രാറ്റിഫിക്കേഷൻ ഒക്കെ കാണാവുന്നതാണ്. ദെൻ അതായത് ഓരോ തട്ടുകളുണ്ട് അല്ലെ. ടോപ്പ് വാട്ടർ, ബോട്ടം വാട്ടർ, ദെൻ ഇന്റർമീഡിയറ്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവിഷൻസ് നമുക്ക് അറിയാൻ പറ്റും. ദാറ്റ് ഈസ് സ്ട്രാറ്റിഫിക്കേഷൻ. ദെൻ പോണ്ട് ഉണ്ട്. പോണ്ട് എന്താണ്? അത് ലേക്കിന്റെ അത്ര ലാർജ് അല്ലേ അല്ലെ, സ്മോൾ ആണ്, ഷാലോ വാട്ടർ ബോഡിയാണ്, അധികം ഡെപ്ത് ഒന്നും കാണില്ല, ഷാലോ വാട്ടർ ബോഡിയാണ്, ഫോംഡ് നാച്ചുറലി ബൈ ഡിപ്രഷൻ. അപ്പം സാധാരണ നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഉണ്ടാവുന്നത്? ഏതെങ്കിലും ഡിപ്രഷൻസിന് ഉള്ളില് വെള്ളം നിറഞ്ഞുകൊണ്ട് പോണ്ട് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യാം? പോണ്ടിനെ ഉണ്ടാക്കാൻ പറ്റും. ദെൻ മാർഷ് ആൻഡ് സ്വാമ്പ്. ഈ മാർഷും സ്വാമ്പും കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്, അതായത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, പക്ഷെ ഇവർക്ക് വ്യത്യാസമുണ്ട്. മാർഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെറ്റ്ലാൻഡ്, ഒരു വെറ്റ്ലാൻഡ് ആണ്, ആൻഡ് വിച്ച് ഈസ് ഡോമിനേറ്റഡ് ബൈ ഹെർബേഷ്യസ് പ്ലാന്റ്സ്. ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആയിട്ടുള്ള ഗ്രാസസോ അല്ലെങ്കിൽ റഷസോ റീഡ്സോ ഒക്കെയാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് എവിടെയൊക്കെയാണ് കാണുന്നത്? സ്ട്രീമിന്റെയോ ലേക്കിന്റെയോ ഒക്കെ എഡ്ജസിൽ ഒരു ട്രാൻസിഷൻ പോലെ, അതായത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനും എക്വാറ്റിക് എക്കോസിസ്റ്റത്തിനും ഒരു ഇടയിൽ കാണുന്ന ഒരു ട്രാൻസിഷൻ പോലുള്ള ഒരു എക്കോസിസ്റ്റം ആണ് എന്ത്? ഈ മാർഷ് എന്ന് പറയുന്നത്. നമ്മളെ ചതുപ്പ് നിലം എന്നൊക്കെ പറയുന്ന, വെള്ളക്കെട്ട് എന്നൊക്കെ പറയില്ലേ, വെള്ളക്കെട്ട്. അപ്പൊ അതിനെയാണ് ഈ മാർഷ് എന്ന് പറയുന്നത്. ദെൻ സ്വാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ചതുപ്പ് നിലം തന്നെയാണ്, പക്ഷെ ഇതിന് എന്തുണ്ടായിരിക്കും? ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റിന് പകരം വുഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റഡ് വെറ്റ്ലാൻഡ് എന്ന് നമുക്ക് പറയാം.
Forested wetland often found along large rivers, relying on natural water level changes. അപ്പൊ ഈ സ്വാമ്പിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും? ലാർജ് ലേക്സിന്റെ ഷോറിലൊക്കെ സ്വാമ്പ് കാണാം. അതെന്താണ്? ഫോറസ്റ്റഡ് വെറ്റ്ലാൻഡ് ആണ്. അതായത് ലാർജ് ട്രീസ് ആയിരിക്കും, അല്ലെങ്കിൽ വുഡി ട്രീസ് ആയിരിക്കും സ്വാമ്പിൽ ഉണ്ടാവുക. ഓക്കെ, ട്രീസ് ഉള്ള വെള്ളക്കെട്ട് അതാണ് സ്വാമ്പ്. എന്നാൽ അല്ലാതെ എന്താണ് ഗ്രാസസ് ഉള്ള വെള്ളക്കെട്ടാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ചതുപ്പ് നിലമാണെങ്കിൽ നമ്മൾ വെറ്റ്ലാൻഡ് എന്താ മാർഷ് എന്ന് പറയും. മാർഷ് ആണെങ്കിൽ ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആണ്, സ്വാമ്പ് ആണെങ്കിൽ വുഡി ട്രീസ് ആണ്. ദെൻ ബോഗ്. ബോഗ് എന്ന് പറയുന്നത് പീറ്റ് അല്ലെങ്കിൽ അതായത് നമ്മുടെ പ്ലാന്റ് മെറ്റീരിയലിന്റെ ഒക്കെ ഡെഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് ഈ പീറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മോസസ് ലൈക്ക് സ്വാഗ്നം ഒക്കെ എന്ത് ചെയ്യുന്നു? അക്യൂമുലേറ്റ് ചെയ്യുന്ന ഒരു വെറ്റ്ലാൻഡിനെയാണ് നമ്മൾ ബോഗ് എന്ന് പറയുന്നത്. ഈ ബോഗിന് തന്നെ മറ്റു 2-3 പേരുകളുണ്ട്, അത് നമ്മൾ ഓർത്തിരിക്കുക. മിർ, ക്വാഗ്മിർ അല്ലെങ്കിൽ മസ്കെക് എന്നൊക്കെ പറയുന്നത് എന്താണ്? ബോഗിനെയാണ്. ദെൻ ഫെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ വെറ്റ്ലാൻഡ്സിലെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ടൈപ്പാണ് ഈ ഫെൻ എന്ന് പറയുന്നത്. ഫെന്നിനകത്ത് എന്തുണ്ടായിരിക്കും? മിനറൽ റിച്ച് സർഫസ് വാട്ടർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഇവരുടെ വാട്ടർ എങ്ങനെയാണ്? ന്യൂട്രൽ മുതൽ ആൽക്കലൈൻ വരെയാകാം. ആൻഡ് വിത്ത് ഹൈ ഡിസോൾവ്ഡ് മിനറൽസ്. അപ്പൊ ഈ മിനറൽസ് കൊണ്ട് ഡിസോൾവ് അല്ലെങ്കിൽ ഒരുപാട് മിനറൽ ഡിസോൾവ്സ് ഉള്ള ഒരു വാട്ടർ ബോഡിയാണ് ഫെൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്ക് എന്താണ്? മറ്റുള്ള ന്യൂട്രിയൻസ് ഒക്കെ കുറവായിരിക്കും, പക്ഷെ ചില മിനറൽസ് ഇവരിൽ എന്താണ്? പ്രസന്റ് ആണ്. ആൻഡ് ഈ ഒരു ഫെന്നിനകത്ത് കാണപ്പെടുന്ന മെയിൻ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഗ്രാസസ് ആണ്. ദെൻ സെഡ്ജസ്, ബ്രൗൺ മോസസ് ഒക്കെയാണ് ഫെന്നിൽ കാണുന്നത്. അതായത് മിനറൽ റിച്ച് സർഫസ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ റിച്ച് ഗ്രൗണ്ട് വാട്ടർ ഉള്ള ഒരു വെറ്റ്ലാൻഡ് ആണ് നമ്മളെ ഫെൻ എന്ന് പറയുന്നത്. ലേക്കായി, പോണ്ട്, മാർഷ്, സ്വാമ്പ്, ബോഗ്, ഫെൻ, ഇത്രയുമാണ് നമ്മുടെ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലേക്കിന്റെ സോൺസിനെ പറ്റിയിട്ടാണ്. അപ്പൊ ലേക്കിനെ ചില സോണുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് എന്തൊക്കെ വഴിയാവാൻ? ഡെപ്ത് വഴിയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഷോർ വഴിയോ ആണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ലിറ്റോറൽ സോൺ. ലിറ്റോറൽ സോൺ എന്ന് പറയുമ്പോൾ അത് ഷോറിനോട് അടുത്തിരിക്കുന്ന നിയർ ദ ഷോർ റീജിയൻ ആണ് ഈ ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത്. അടുത്ത് ലിംനറ്റിക് സോൺ. ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത് ഓപ്പൺ വാട്ടർ ഏരിയ. അതായത് ലിറ്റോറൽ സോൺ കഴിഞ്ഞിട്ട് ഓപ്പൺ വാട്ടർ ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത്. അതായത് സർഫസിലുള്ള ഓപ്പൺ വാട്ടർ ഏരിയ, നമ്മൾ ഓപ്പൺ ഓഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഓപ്പൺ വാട്ടർ ഏരിയ നമ്മൾ ലിംനറ്റിക് സോൺ എന്ന് പറയും. ദെൻ പ്രൊഫണ്ടൽ സോൺ. പ്രൊഫണ്ടൽ സോൺ എന്ന് പറയുന്നത് ഡീപ്പ് വാട്ടർ റീജിയനെയാണ് നമ്മൾ പ്രൊഫണ്ടൽ സോൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എഫോട്ടിക് ആയിട്ടുള്ള ലൈറ്റ് ഒന്നും കടന്നു പോകാത്ത ഡീപ്പ് ആയിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ പ്രൊഫണ്ടൽ എന്ന് പറയുന്നത്. ഇനി ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ ഈ എഫോട്ടിക് സോണിന്റെ മേലെയുള്ള ലൈറ്റ് കടന്നു പോകുന്ന, ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ ഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. ഈ ഫോട്ടിക് സോണിന് താഴെ വരുന്ന എഫോട്ടിക് സോൺ ആണ് നമ്മൾ പ്രൊഫണ്ടൽ സോൺ എന്ന് പറയുന്നത്. ബെന്തിക് സോൺ. ബെന്തിക് സോൺ എന്ന് പറഞ്ഞാൽ ലേക്കിന്റെ ബോട്ടം ആണ് ബെന്തിക് സോൺ. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഇതാ, ഇത് ഷോർ ആണെങ്കിൽ ഷോർ മുതൽ ഇത്രയും പോർഷൻ ആണ് എന്ത്? ലിറ്റോറൽ സോൺ എന്ന് പറയും. ലിറ്റോറൽ സോൺ എന്ന് പറഞ്ഞാൽ ഷോറിന് നിയർ ഷോർ ആയിട്ടുള്ള ഏരിയ, അതായത് തീരത്തോടടുത്ത ഏരിയയാണ് നമ്മൾ ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഓപ്പൺ വാട്ടേഴ്സ്, അതിനെയാണ് നമ്മൾ ലിംനറ്റിക് എന്ന് പറയുന്നത്, അല്ലെ? ഓപ്പൺ വാട്ടർ, ലിറ്റോറൽ സോൺ കഴിഞ്ഞ് ഓപ്പൺ വാട്ടർ ആണ് നമ്മൾ ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത്. ഇനി ഇത് ഡിസ്റ്റൻസ്, ഷോറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ച് പറയുമ്പോൾ. ഇനി ഡെപ്ത് വെച്ച് പറയുമ്പോൾ എങ്ങനെയാണ്? ഏറ്റവും ഡീപ്പ് ആയിട്ടുള്ള ഈ അഫോട്ടിക് സോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഫണ്ടൽ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് എഴുതാത്തത്. പ്രൊഫണ്ടൽ സോൺ എന്ന് നമ്മൾ പറയുന്നത് ഈ അഫോട്ടിക് സോണിനെയാണ്. ദെൻ ഇവിടെ ലൈറ്റ് ഒക്കെ പെനിട്രേറ്റ് ചെയ്യുന്ന ലെയറിന് നമ്മൾ പറയുന്നത് എന്താണ്? ഫോട്ടിക് സോൺ. ഇനി ഡെപ്ത്, നമ്മുടെ എന്താണ് ഓഷന്റെ ബോട്ടം, അല്ലെങ്കിൽ സോറി ലേക്കിന്റെ ബോട്ടത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ബെന്തിക് സോൺ എന്ന് പറയുന്നത്. ഇവിടെ മുതൽ ഇവിടെ ഇതുവരെയും എന്താണ്? ബെന്തിക് സോൺ ആണ്. ഓക്കെ, ബെന്തിക് സോൺ എവിടെ മുതൽ വരുന്ന? ആരോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ
ലേക്കിന്റെ ബോട്ടം വരെ എന്തുണ്ട്? ബെന്തിക് സോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലേക്കിന്റെ സോൺസ്. ഇനി നമ്മൾ നോക്കുന്നത് ലിറ്റോറൽ സോണിനെ നമ്മൾ നേരെ, അതായത് നിയർ ഷോർ എന്ന് നമ്മൾ പറഞ്ഞ നിയർ ഷോർ ഏരിയ ആണ് ലിറ്റോറൽ സോൺ. ലിറ്റോറൽ സോണിനെ നമ്മൾ നോക്കുകയാണ്. അതെന്താണ്? ഷാലോ ആണ് അല്ലെ, അതായത് വളരെ ഡെപ്ത് ഒന്നും കാണില്ല, ഷാലോ ആയിട്ടുള്ള, അധികം ഡെപ്ത് ഇല്ലാത്ത നിയർ ഷോർ ഏരിയ ആണ്. അപ്പൊ ഇവിടെ സൺലൈറ്റ് എവിടെ വരെ എത്താം? ബോട്ടം വരെ എത്തുന്നു, ബോട്ടം വരെ പെനിട്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ കാണുന്ന വെജിറ്റേഷൻ ഏതൊക്കെയാണ്? റൂട്ടഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ആയിരിക്കും അവിടെ കാണുന്നത്, അതായത് മാക്രോഫൈറ്റ്സ്. റൂട്ടഡ് അക്വാട്ടിക് പ്ലാന്റ്സ്, ഈ പടത്തിൽ നോക്കിയാൽ അറിയാം, റൂട്ടഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് കാണാം അല്ലെ. ആൻഡ് ഹൈ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. ദെൻ ഇൻസെക്ട്സ്, മുളസ്ക്, ഫിഷ്, ആംഫിബിയൻ ഒക്കെ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഒരു ഷാലോ വാട്ടർ നിയർ ഷോർ ഏരിയ ആണ് ലിറ്റോറൽ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിംനറ്റിക് സോണിനെ പറ്റിയിട്ടാണ്. ലിംനറ്റിക് സോൺ എന്താണ്? ഓപ്പൺ വാട്ടർ സോൺ ആണ്, അതായത് ഷോറിൽ നിന്ന് ദൂരെയുള്ള ഒരു സോൺ ആണ് എന്ത്? ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? വെൽ ലിറ്റ് സർഫസ് വാട്ടർ, അതായത് സർഫസ് വാട്ടർ എങ്ങനെയായിരിക്കും? നല്ല ലൈറ്റ് പെനിട്രേഷൻ ഉള്ള സർഫസ് വാട്ടർ ആയിരിക്കും. ആൻഡ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് റൂട്ടഡ് പ്ലാന്റ്സ് അല്ല, പകരം ഫൈറ്റോ പ്ലാങ്ടനും സൂപ്പ് പ്ലാങ്ടനും ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഏരിയ ആണ് ഫ്രീ ഫിഷിന്റെ ഫ്രീ സ്വിമ്മിങ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീ സ്വിമ്മിങ് ഫിഷിനെ സപ്പോർട്ട് ചെയ്യുന്ന സോണാണ് ഈ ലിംനറ്റിക് സോൺ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? നമ്മുടെ നിയർ ഷോർ ഏരിയയിൽ നിന്ന് കുറച്ച് എവേ ആയിട്ടുള്ള ഓപ്പൺ വാട്ടർ സോൺ ആണ് ലിംനറ്റിക് സോൺ. വെൽ ലിറ്റ് സർഫസ് വാട്ടർ, അതായത് ലൈറ്റ് പെനിട്രേഷൻ ഒക്കെ നന്നായിട്ടുള്ള സ്ഥലമാണ്. ദെൻ ഡോമിനേറ്റഡ് ബൈ ഫൈറ്റോ പ്ലാങ്ടൺ ആൻഡ് സൂപ്പ് പ്ലാങ്ടൺ. ഓക്കെ, ദെൻ ഫ്രീ സ്വിമ്മിങ് ഫിഷസ് ഇവിടെ കാണും. ഇനി പ്രൊഫണ്ടൽ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ്പ് വാട്ടർ ആണ് അല്ലേ. ഡീപ്പ് വാട്ടറിനെയാണ് നമ്മൾ പ്രൊഫണ്ടൽ സോൺ അല്ലെങ്കിൽ എഫോട്ടിക് സോൺ എന്ന് പറയുന്നത്. അവിടെ എന്തില്ല? ലൈറ്റ് പെനിട്രേഷൻ ഇല്ല. അവിടെ ലൈറ്റ് പെനിട്രേഷൻ ലോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? നോ ലൈറ്റ് പെനിട്രേഷൻ ആയിരിക്കും. ദെൻ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കില്ല. അവിടെ എന്തായിരിക്കും ഉള്ളത്? ബെന്തിക് ഓർഗാനിസവും ഡീപ്പ് വാട്ടർ ഫിഷസും ആയിരിക്കും ആ ഒരു പ്രൊഫണ്ടൽ സോണിൽ കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എപ്പിലിംനിയോൺ, മെറ്റാലിംനിയോൺ ആൻഡ് ഹൈപ്പോലിംനിയോൺ സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ ലേക്കിന്റെ മറ്റൊരു രീതിയിലുള്ള സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. ഇല്ല, എപ്പിലിംനിയോൺ നമ്മൾ പറയുന്നത് അപ്പർ വാം വാട്ടർ, അതായത് നമ്മുടെ ഡേ ടൈമിൽ ലൈറ്റ് പെനിട്രേഷൻ ഉള്ള വാം ആയിട്ടുള്ള അപ്പർ ലെയർ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിലിംനിയോൺ എന്ന് പറയുന്നത്. ഇതൊരു 6 മീറ്റർ, ഓക്കെ, അപ് ടു 6 മീറ്റർ വരെ എന്താണ്? എപ്പിലിംനിയോൺ ആണ്. അതായത് 20 അടി, 20 ഫീറ്റ് അല്ലെങ്കിൽ 6 മീറ്റർ എന്താണ്? എപ്പിലിംനിയോൺ ആണ്. ഓക്കെ, എപ്പിലിംനിയോൺ ആണ്. ദെൻ അടുത്ത് പറയുന്നത് ഇവിടെ എന്താണ്? മോഡറേറ്റ് ടു ഹൈ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇവിടെ പ്രസന്റ് ആയിരിക്കും. ഇനി മെറ്റാലിംനിയോൺ നമ്മൾ മറ്റൊരു പേര് പറയുന്നുണ്ട്, തെർമോക്ലൈൻ എന്ന് പറയും. അതായത് ഈ ഒരു ലെയറിൽ ഒരു സഡൻ ടെമ്പറേച്ചർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഓക്സിജൻ ഡ്രോപ്പ് കാണാം. അതായത് ഈ ഒരു ലെയറിൽ നമ്മൾ അപ്പർ ലെയറിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുതലാണ് അല്ലേ. അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ, തെർമോക്ലൈനിലേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് കുറഞ്ഞ് എന്താ? ഹൈപ്പോലിംനിയോൺ എത്തുമ്പോഴത്തേക്കും നല്ല കോൾഡ് ഡീപ്പ് വാട്ടർ ആവും. അതായത് സഡൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഈ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്ന ഈ ഒരു റീജിയൻ നമ്മൾ തെർമോക്ലൈൻ എന്നാണ് പറയുന്നത്. ഒരു തിൻ മിഡിൽ ലെയർ ആണ്. റാപ്പിഡ് ടെമ്പറേച്ചർ ആൻഡ് ഓക്സിജൻ ഡ്രോപ്പ് ആണ് അവിടെ ഉള്ളത്. ദെൻ ഇവരെന്ത് ചെയ്യുന്നു? അപ്പർ ലെയറിനെയും ലോവർ ലെയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ലെയർ പോലെ നമുക്ക് ഈ മെറ്റാലിംനിയോൺ അല്ലെങ്കിൽ തെർമോക്ലൈനെ പറയാം. ഇനി ഹൈപ്പോലിംനിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾഡ് ഡീപ്പ് നോൺ സർക്കുലേറ്റിംഗ് ലെയർ വിത്ത് ലോ ഓർ നോ ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കാം. നോൺ സർക്കുലേറ്റിംഗ് ലെയർ ആണ്, ഡീപ്പ് വാട്ടർ ആണ്, ആൻഡ് അതെന്താണ്? കോൾഡ് ആണ്, ലൈറ്റ് പെനിട്രേഷൻ ഇല്ല, അതുകൊണ്ട് കോൾഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഓക്കെ, നമ്മുടെ ലേക്കിന് കുറെ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ട്രേറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫിസിക്കൽ ട്രേറ്റ് പറയുമ്പോൾ എന്തൊക്കെ പറയാം? ടെമ്പറേച്ചർ, ലൈറ്റ്, അതുപോലെ വാട്ടർ കറൻസ് ഒക്കെ നമുക്ക് ഫിസിക്കൽ ട്രേറ്റിൽ പറയാം. ഇനി കെമിക്കൽ ട്രേറ്റിൽ എന്തൊക്കെ പറയാം? ന്യൂട്രിയൻസിനെ പറ്റി പറയാം, മേജർ അയോൺസിനെ പറ്റി പറയാം, കണ്ടാമിനൻസിനെ പറ്റി പറയാം. അപ്പൊ ലൈറ്റും ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. വാട്ടർ കറൻസ് നമ്മൾ മറ്റൊരു ഇതില് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ബയോളജിക്കൽ ട്രേറ്റ്സ് എന്തൊക്കെയാണ്? ബയോമാസ്,
ദെൻ പോപ്പുലേഷൻ സൈസ്, ഗ്രോത്ത് റേറ്റ്, ഇതൊക്കെയാണ് ബയോളജിക്കൽ ട്രേറ്റ്സിൽ വരുന്നത്. അത് നമ്മൾ ബയോളജിക്കലി നോക്കുമ്പോഴത്തേക്കും പ്ലാങ്ക്ടനൊക്കെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കെമിക്കൽ ട്രേഡിൽ ന്യൂട്രിയൻസിനെ പറ്റി നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫോസ്ഫറസും നൈട്രജനും ആണ്. ഫോസ്ഫറസ് എന്താണ്, വളരെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റും ആണ്. ഓക്കെ, ഫോസ്ഫറസിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? റേഞ്ചിങ് ഫ്രം 0.005 ടു 0.020 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അത്രയ്ക്ക് കുറവ് എമൗണ്ട് ഫോസ്ഫറസ് ആണ് ഫ്രഷ് വാട്ടറിൽ ഉള്ളത്. ഓക്കെ, ഹൈ ഫോസ്ഫേറ്റ് ലെവൽ ഓഫൺ സിഗ്നൽ. അപ്പൊ ഈ ഒരു ലെവലിന് കൂടുതലാണെങ്കിൽ അത് എന്തിനെയാണ് കാണിക്കുന്നത്? പൊല്യൂഷൻ അല്ലെങ്കിൽ യൂട്രോഫിക് കണ്ടീഷനെയാണ് കാണിക്കുന്നത്. യൂട്രോഫിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ന്യൂട്രിയൻസ് ഒഴുകിയെത്തിയിട്ട് എന്ത് സംഭവിക്കുന്നു? ലേക്ക് എന്ത് പറ്റുന്നു? ഒരുപാട് ഓവർ ന്യൂട്രിയൻസ് വരുന്ന സമയത്ത് പ്ലാന്റ്സ് അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സ് ഓവർഗ്രോ ചെയ്യും, അല്ലെങ്കിൽ ആൽഗയൊക്കെ ഓവർഗ്രോ ചെയ്ത് ബ്ലൂം ഒക്കെ ഉണ്ടാവും. ആ ഒരു കണ്ടീഷനാണ് ഈ എന്താ യൂട്രോഫിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. എൻറിച്ച്ഡ് വാട്ടേഴ്സിനെയാണ് നമ്മൾ യൂട്രോഫിക് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഈ ഒരു റേഞ്ചിന് 0.005 ടു 0.020 മില്ലിഗ്രാമിന് കൂടുതൽ ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വാട്ടർ എന്താണ്? യൂട്രോഫിക് ആണ് എന്നാണ്. ദെൻ ഫോസ്ഫറസ് ആണ് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്. അതായത് ഫോസ്ഫറസ് ഇമ്പോർട്ടന്റ് ആണെന്ന് അർത്ഥം. ദെൻ ഫോസ്ഫറസ് ഈസ് ലോസ്റ്റ് ഫ്രം എക്കോസിസ്റ്റം മോർ റെഡിലി ദാൻ നൈട്രജൻ. അപ്പൊ നൈട്രജനേക്കാൾ പെട്ടെന്ന് ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് ലോസ് ആയി പോവാൻ ചാൻസ് ഉള്ള ഒരു ന്യൂട്രിയന്റ് ആണ് ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. കാരണം ഈ ഫോസ്ഫറസിന് എന്ത് ചെയ്യാൻ പറ്റും? അവര് മഡുമായിട്ടും അല്ലെങ്കിൽ മറ്റ് കെമിക്കലുമായിട്ടും ബൈൻഡ് ചെയ്തിട്ട് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഫോസ്ഫറസ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. ഇനി നമ്മൾ നൈട്രജൻ നോക്കുകയാണ്. നൈട്രജൻ ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയന്റ് ആണ്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അതായത് ഫോസ്ഫറസ് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആരാണ്? നൈട്രജൻ ആണ്. ഇവരും പ്രൈമറി പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യുന്ന ന്യൂട്രിയന്റ് ആണ്. ദെൻ ഇവരെന്താണ്? പല ഫോമിൽ പ്രസന്റ് ആവാൻ നമുക്കറിയാമല്ലോ. ഗ്യാസ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ ഓർഗാനിക് NO3, N2O ഒക്കെ ഇനോർഗാനിക് ആയിട്ടിരിക്കാം, ഓർഗാനിക് ആയിട്ട് അമോണിയ ഫോമിൽ ഇരിക്കാം. അപ്പൊ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ലിത്തോസ്ഫിയറിൽ 97.6% നൈട്രജൻ പ്രസന്റ് ആണ്. അറ്റ്മോസ്ഫിയറിലോ 2.3% പ്രസന്റ് ആണ്. ദെൻ ഹൈഡ്രോസ്ഫിയറിലും ബയോസ്ഫിയറിലുമായിട്ട് 0.1% നൈട്രജൻ പ്രസന്റ് ആണ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഒരു ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ്. 70% എന്താണ്? നൈട്രജൻ ആണ് അല്ലെ. ദെൻ ഇവരെന്താണ്? ന്യൂട്രിയന്റും ആണ്, എന്നാൽ ഇവര് ടോക്സിൻ, അപ്പൊ അധികമായി പോയാൽ ഇവരെന്താവും? ടോക്സിക്കും ആവാൻ ചാൻസ് ഉള്ള ന്യൂട്രിയന്റ് ആണ്. ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റിംഗ് ന്യൂട്രിയൻസ് ആണ് ഫോസ്ഫറസും നൈട്രജനും. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ടേംസ് ആണ്. ഓക്കെ, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും. അതായത് നമ്മുടെ വാട്ടർ ക്വാളിറ്റീനെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ബയോകെമിക്കൽ ഓക്സിജൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമ്മൾ COD എന്ന് പറയും. അവരെന്താണ് ചെയ്യുന്നത്? അതായത് ഏതെങ്കിലും ഒരു കെമിക്കൽ ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് ഡൈക്രോമേറ്റ് പോലുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റിന് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിക് മാറ്ററിലുള്ള ഓക്സിജനെയാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ഓർഗാനിക് മാറ്റർ എന്ന് പറയുമ്പോൾ വെള്ളം. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 20 മില്ലിഗ്രാം അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അൺപൊല്യൂട്ടഡ് വാട്ടേഴ്സ് എന്നാണ്. ഇനി 200 മില്ലിഗ്രാമോ അതിലധികമോ ഒക്കെ ആണെങ്കിൽ എന്ത് പറയാം? ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് കാരണം ഇവരെന്താണ്? കണ്ടാമിനേറ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, ഹൈ COD ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാമിനേറ്റഡും. ലോ COD ലെവൽ എന്ന് പറഞ്ഞാൽ അൺപൊല്യൂട്ടഡും ആണെന്ന് അർത്ഥം. ദെൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡോ? ഈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമുക്ക് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയാം. ഇവരെന്ത് ചെയ്യുന്നു? നമ്മള് ബയോളജിക്കൽ പ്രോസസ്സ് വഴി ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഓക്സിജന്റെ അളവ്. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ വോളിയം ഓഫ് ഓക്സിജൻ ദാറ്റ് aerobic microbes need to convert this organic matter into stable inorganic. അപ്പൊ ഓർഗാനിക് മാറ്ററിനുള്ളിലുള്ള ഓക്സിജൻ അതിനെ എയറോബിക് മൈക്രോബ്സിന്
കൺവെർട്ട് ചെയ്ത് ഇനോർഗാനിക് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി എത്ര ഓക്സിജൻ ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലീൻ വാട്ടറിന്, അതായത് അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിന്റെ BOD എത്രയായിരിക്കും? 2 മില്ലിഗ്രാം ആയിരിക്കും. ഇവിടെയും BOD ലെവൽ കുറവാണ് എന്ന് പറഞ്ഞ് അതിന്റെ അർത്ഥം എന്താണ്? വാട്ടർ എന്താണ്, അൺപൊല്യൂട്ടഡ് ആണ് എന്നാണ് അർത്ഥം. പക്ഷെ എന്താണ്, BOD ലെവൽ കൂടുതലുണ്ട്, 10 മില്ലിഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വാട്ടർ കണ്ടാമിനേറ്റഡ് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട രണ്ട് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിനെ ഇൻഡിക്കേറ്റ്, അല്ലെങ്കിൽ വാട്ടറിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ഈ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പൊ എത്രത്തോളം പൊല്യൂട്ടഡ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ക്ലിയർ ആണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സ് ആണ് ഈ രണ്ട്, COD BOD. അപ്പൊ രണ്ടും ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് വെള്ളത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ബയോളജിക്കൽ കോമ്പണൻസ്. അപ്പൊ നമ്മൾ കെമിക്കൽ കോമ്പണൻസ് നോക്കി, ഇനി ബയോളജിക്കൽ കോമ്പണൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലേക്കിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള ബയോളജിക്കൽ കോമ്പണൻസ് ആണ് പ്ലാങ്ക്ടൺ. ഓക്കെ, പ്ലാങ്ക്ടൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂപ്ലാങ്ക്ടൺ, ബാക്ടീരിയോ പ്ലാങ്ക്ടൺ വരാം. ഓക്കെ, ബാക്ടീരിയോ പ്ലാങ്ക്ടൺ എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബാക്ടീരിയ, അത് തന്നെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ. ദെൻ ഇതിനകത്ത് ഫൈറ്റോ പ്ലാങ്ക്ടൺ ആയാലും സൂപ്ലാങ്ക്ടൺ ആയാലും ബാക്ടീരിയോ പ്ലാങ്ക്ടൺ ആയാലും മൈക്രോസ്കോപ്പിക്കും ഉണ്ട്, അതുപോലെ ലാർജർ ഫോംസും ഉണ്ട്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിന്റെ വാട്ടർ കറൻസിലൂടെ പാസീവ്ലി ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നത്, വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സ്മോൾ അല്ലെങ്കിൽ ലാർജ് ഫോംസ് ഓഫ് എന്താ ബയോളജിക്കൽ കോമ്പണൻസ് ആണ് ഈ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് കാണുന്ന ഒരു ബയോളജിക്കൽ കോമ്പണന്റ് ഏതാണ്? അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അതായത് നമ്മുടെ വെള്ളത്തിലുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫൈറ്റോ പ്ലാങ്ക്ടനും എന്താണ്? വെള്ളത്തിലുള്ള പ്രൈമറി പ്രൊഡ്യൂസർ ആണ് കേട്ടോ. ദെൻ അക്വാട്ടിക് പ്ലാന്റ്സ് പറയുമ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? എമർജന്റ് പ്ലാന്റ് ഉണ്ട്, അതായത് എമർജിങ് അക്വാട്ടിക് പ്ലാന്റ്സ്. അവർക്ക് എന്താണ്? അവര് ലേക്കിന്റെ അടിത്തട്ടില് റൂട്ട് ഇറക്കിയവർ, അല്ലെങ്കിൽ റൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ദേ റൂട്ടഡ് ഫേംലി ഇൻ ദ ലേക്ക് ബെഡ് വിത്ത് ലീവ്സ് ആൻഡ് സ്റ്റെംസ് റൈസിങ് എബവ് ദ വാട്ടർ സർഫസ്. അതായത് ഇവരുടെ റൂട്ട് എവിടെയായിരിക്കും? ലേക്ക് ബെഡിലായിരിക്കും. പക്ഷെ ഇവരുടെ സ്റ്റമ്മും ലീവ്സും ഒക്കെ എവിടെയായിരിക്കും? വാട്ടർ സർഫസിന്റെ മേലെ ആയിരിക്കും. അങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ എമർജിങ് പ്ലാന്റ് അല്ലെങ്കിൽ എമർജന്റ് പ്ലാന്റ്സ് എന്നൊക്കെ പറയും. ഇനി അടുത്തുള്ളതാണ് സബ്മർജ്ഡ് പ്ലാന്റ്സ്. സബ്മർജ്ഡ് പ്ലാന്റ്സ് എന്താണ്? അവര് അണ്ടർ വാട്ടർ സബ്മർജ്ഡ് ആണ്, അതായത് മുങ്ങിക്കിടക്കുന്ന, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ്. മോസ്റ്റ്ലി അണ്ടർ വാട്ടർ വെജിറ്റേഷൻ ആണ്, സച്ച് കോൺടെയിൽ. അതുപോലെ കോൺടെയിൽ ആണ്, അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ദെൻ വേരിയസ് പോണ്ട് വീഡ്സ്. ഇപ്പം പോണ്ടിൽ കാണുന്ന ചില വീഡ്സ് ഇവരെന്താണ്? സബ്മർജ്ഡ് ആണ്, അതായത് വെള്ളത്തിൽ മുങ്ങിയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, ദെൻ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകി നടക്കുന്ന ആൾക്കാരാണ്, അതായത് ഫ്രീലി ഫ്ലോട്ടിംഗ് സ്പീഷീസ് ആയിരിക്കും. അവർക്കൊരു ആങ്കറിങ് ഒന്നും കാണില്ല, അതായത് നമ്മൾ എമർജിങ് പ്ലാന്റ്സ് പോലെ റൂട്ടഡ് ഒന്നും ആയിരിക്കില്ല. ഇവിടെ റൂട്ടും ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നതാണ്. ആൻഡ് അവരെന്താണ്? വെള്ളത്തിന്റെ അടിയിലായിരിക്കും റൂട്ട്, എന്നാൽ ലീവ്സ് ഒക്കെ എന്തായിരിക്കും? പുറത്തായിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മുടെ വാട്ടർ ഹയാസിന്ത് ഒക്കെ. വാട്ടർ ഹയാസിന്ത്, അതുപോലെ ഡക്ക് വീഡ്സ് ഒക്കെ എന്താണ്? ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടെ വാട്ടർ ഹയാസിന്ത് ബ്രാക്കറ്റിൽ വാട്ടർ ലില്ലിയും തന്നിട്ടുള്ള അത് റോങ് ആണ്. വാട്ടർ ഹയാസിന്ത് എന്താണ്? ഫ്രീലി ഫ്ലോട്ടിംഗ് ആണ്. വാട്ടർ ലില്ലി എന്ന് പറഞ്ഞ വാട്ടർ ഹയാസിന്തിന്റെ മറ്റൊരു പേരല്ല. ഓക്കെ, ആ ബ്രാക്കറ്റ് അല്ല, കോമയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എമർജിങ് പ്ലാന്റ്സ്, സബ്മർജ്ഡ് പ്ലാന്റ്സ്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, ഇതാണ് നമ്മുടെ അക്വാട്ടിക് ലേക്കിൽ കാണുന്ന അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെക്ടൺ. നെക്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ്. ഇവരെന്ത് ചെയ്യുന്നു? കറണ്ടിന് എഗെയിൻസ്റ്റ്, വാട്ടർ കറണ്ടിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യുന്നുണ്ട്, അതുപോലെ അതിന്റെ അതേ സൈഡിലേക്കും സ്വിം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നെക്ടൺ എന്ന് പറയുന്നത്. ഈ നെക്ടറിനുള്ളിൽ വരുന്ന ആൾക്കാരാണ് ആര്? ഫിഷും റെപ്റ്റൈൽസും ആംഫിബിയനും വരില്ല. ഫിഷും റെപ്റ്റൈൽസും ഒക്കെ എന്താണ്? നെക്ടറിനുള്ളിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നെക്ടറിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഫിഷസ് ആൻഡ് റെപ്റ്റൈൽസ് ആണ് നെക്ടറിന് എക്സാമ്പിൾ. ദെൻ ബെന്തോസ്. ബെന്തോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, നമ്മുടെ ലേക്കിന്റെ ബോട്ടത്തിൽ കാണുന്ന ആൾക്കാരാണ് ബെന്തോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? എപ്പിഫോണ ആൻഡ് ഇൻഫോണ. എപ്പിഫോണ എന്ന് പറഞ്ഞാൽ എന്താണ്?
ലേക്ക് ബെഡിന്റെ തന്നെ സർഫസിൽ, അതായത് ലേക്ക് ബെഡ് ഉണ്ട്, ബെഡ് എന്ന് പറഞ്ഞാൽ ബോട്ടത്തിലാണ്, അതിന്റെ സർഫസിൽ കാണുന്ന ആൾക്കാരാണ് എപ്പിഫോണ എന്ന് പറയുന്നത്. ദെൻ ഇൻഫോണ എന്ന് പറഞ്ഞാൽ എന്താണ്, ലേക്കിന്റെ അതായത് ഈ ലേക്ക് ബെഡിന്റെ സെഡിമെന്റിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇൻഫോണ എന്ന് പറയുന്നത്. എപ്പിഫോണ പുറത്തും ലേക്ക് ബെഡിന്റെ പുറത്തും, ഇനി ഇൻഫോണ സെഡിമെന്റിന്റെ ഉള്ളിലും കാണുന്നു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടേം ആണ് യൂട്രോഫിക്കേഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? വാട്ടറിന്റെ എൻറിച്ച്മെന്റ് ആണ് അല്ലെ, വിത്ത് ഡിസോൾഡ് ന്യൂട്രിയൻസ് ലൈക്ക് ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ. അതായത് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ കൂടുമ്പോൾ വാട്ടറിന് സംഭവിക്കുന്ന ഒരു എൻറിച്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ന്യൂട്രിയൻ എൻറിച്ച്മെന്റ് സ്റ്റിമുലേറ്റ് അക്വാട്ടിക് പ്ലാന്റ് ഗ്രോത്ത്. ഈ അക്വാട്ടിക് പ്ലാന്റ് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എൻറിച്ച്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരുപാട് പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനെ പ്ലാന്റ് ഗ്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും, വെള്ളത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയും. ഇതിനെയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിവേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതും ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റം ആണല്ലോ അല്ലെ. അപ്പൊ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആണ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് ഏതിനുള്ളിൽ വരുന്നതാണ്, ലെന്റിക് ആണോ ലോട്ടിക് ആണോ? ലോട്ടിക് ആണ് അല്ലെ. ഫ്ലോയിങ് ആയിട്ടുള്ള ലോട്ടിക് ആയിട്ടുള്ള ഒരു ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം ആണ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഈ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്നോ മെൽറ്റ് മൗണ്ടൻസിൽ നിന്നാണ് ഈ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവര് എന്ത് ചെയ്യുന്നു, വിന്ററിന്റെ സമയത്ത് സ്നോ അക്യുമുലേറ്റ് ചെയ്യുന്നു. അത് ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, വാർമർ സീസൺസിൽ ഗ്രാജുവലി അത് മെൽറ്റ് ചെയ്ത് എന്താവുന്നു, റിവർ ആയിട്ട് വരുന്നു. ഇനി ഈ റിവറിന്റെ തുടക്കം അതാണ്, അല്ലെങ്കിൽ റിവർ ഉത്ഭവിക്കുന്ന ആ ഒരു സ്ഥലത്തിന് നമ്മൾ ഹെഡ് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹെഡ് വാട്ടറിന്റെ ഭാഗത്ത് എപ്പോഴും എന്തായിരിക്കും, കോൾഡ് ആയിരിക്കും അല്ലെ. അതായത് മഞ്ഞുരുകി ആണ് വെള്ളം വരുന്നത്. സോ അതുകൊണ്ട് അവിടെ ഹെഡ് വാട്ടേഴ്സിൽ റിവർ എന്തായിരിക്കും, ടിപ്പിക്കലി വെരി കോൾഡ് ആയിരിക്കും ആൻഡ് ഹൈലി ഓക്സിജനേറ്റഡും ആയിരിക്കും. ആൻഡ് ഇവരെന്ത് ചെയ്യുന്നു, ഒരുപാട് റോക്കിന്റെയും സ്റ്റീപ്പ് ഗ്രേഡിയൻസ് വഴിയൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നു. അങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ടർബുലൻസ് കാരണം ഇവരിൽ എന്ത് ഉണ്ടാകും, ഓക്സിജൻ ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഇവരിലേക്ക് ഓക്സിജൻ ഡിസോൾവ് ആകും. ഇനി നമ്മുടെ റിവർ ഒഴുകി ഡൗൺ സ്ട്രീമിൽ എത്തുമ്പോഴത്തേക്കും ഇവരെന്ത് പറ്റും, ബ്രോഡ് ആയിരുന്ന ആൾക്കാര് അല്ല, നാരോ ആയിരുന്ന ആൾക്കാര് എന്താവും, ബ്രോഡ് ആവുകയും അവരുടെ സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പം ആസ് ദ റിവർ ഫ്ലോസ് ഡൗൺ സ്ട്രീം ഇറ്റ് ഓഫൺ ബ്രോഡൻസ്, അവരുടെ വലിപ്പം കൂടുകയും അവര് സ്ലോ ആവുകയും ചെയ്യും. നേരത്തെ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ സ്ലോ ആയിട്ട് ഫ്ലോ ചെയ്യും. അലോയിങ് ദ വാട്ടർ ടു വാം അപ്പ്. അപ്പൊ ഈ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇവരെന്ത് ചെയ്യും, വാം അപ്പ് ചെയ്യും. ആൻഡ് ദിസ് വാർമിംഗ് ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഡിസോൾവ് ഓക്സിജൻ എഫക്ടിങ് ദ അക്വാട്ടിക് ലൈഫ്. അപ്പൊ ഹെഡ് വാട്ടേഴ്സിന്റെ ഭാഗത്ത് ഹൈലി ഓക്സിജനേറ്റഡ് ആയിട്ടിരുന്ന ആള് ഒഴുകി ഒഴുകി ബ്രോഡൻ ആയി സ്ലോ ആകുമ്പോൾ ഇവരുടെ എന്താണ്, ഡിസോൾവ് ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ട്. ഓക്കെ, ദ റിവർ ഫ്ലോ റേറ്റ് ഡിക്രീസസ് അറ്റ് ഇറ്റ് മൂവ് ഫ്രം സ്റ്റീപ്പ് മൗണ്ടൻ സ്ലോപ്സ് ടു ഫ്ലാറ്റഡ് പ്ലെയിൻസ്. നമുക്ക് അറിയാന്നുള്ളതാണ് അല്ലെ. മൗണ്ടന്റെ സ്ലോപ്സിൽ നിന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലെയിൻസിലേക്ക് ഇറങ്ങി വരുമ്പോൾ റിവറിന്റെ ഫ്ലോ റേറ്റ് എന്താണ്, ഫ്ലോയുടെ സ്പീഡ് എന്താണ്, കുറഞ്ഞു കുറഞ്ഞു വരും. ആൻഡ് സെഡിമെന്റും അക്യുമുലേഷൻ കൂടി വരും. ഓക്കെ, എന്നിട്ട് സെഡിമെന്റ് ഡെപ്പോസിഷനും കൂടും. മാത്രമല്ല എന്താ, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല ഇവർ പോകുന്നത്. ഇവരെങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്, കർവി ലൈൻസ് വഴിയൊക്കെ ആയിരിക്കും പോകുന്നത്. അതിനാണ് ഈ മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. ഈ കർവ്സ്, നമ്മുടെ ഓക്സ്ബോ ലേക്ക് പോലുള്ള, ഓക്സ്ബോ ലേക്ക് അല്ല, കർവ്സ് ഉണ്ടാവും. ഈ കർവ്സ് പിന്നീട് ഓക്സ്ബോ ലേക്കായിട്ട് മാറുന്നതാണ്. ഓക്കെ, ഈ റിവേഴ്സ് എന്താണ്, മെയിൻലി ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു സ്നോ മെൽറ്റ് മൗണ്ടനിൽ നിന്നായിരിക്കും. ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് കോൾഡ് ആയിരിക്കും. പിന്നീട് എന്താണ്, ഒഴുകി വരുമ്പോൾ ഇവർ ബ്രോഡൻ ആവുകയും സ്ലോ ആവുകയും വാം ആവുകയും ചെയ്യും. അപ്പൊ ഇവരുടെ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരും. ദെൻ ഇവർ ഒഴുകി വരുന്ന സമയത്ത് സെഡിമെന്റ് ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. ദെൻ മിയാൻഡേഴ്സ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ റിവേഴ്സിനെ പറ്റിയിട്ട് പറയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ദെൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മറൈൻ എക്കോസിസ്റ്റം. നമ്മൾ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറൈൻ എക്കോസിസ്റ്റം ആണ്. ഇത് നമ്മുടെ സിലബസിൽ അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മറൈൻ എക്കോസിസ്റ്റം. ഇപ്പൊ ഈ മറൈൻ എക്കോസിസ്റ്റത്തിനകത്ത് വരുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എസ്റ്റുറീസ്,
കോറൽ റീഫ്സ്, ഓഷ്യൻസ്, പോളാർ റീജിയൻസ് ഒക്കെയാണ് മറൈൻ എക്കോസിസ്റ്റത്തിനുള്ളിൽ വരുന്നത്. ഇതിൽ നമ്മൾ എസ്റ്റുറീസും കോറൽ റീഫ്സും ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. Then ഇവിടെ എന്താണ് വാട്ടർ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഒരു ലിമിറ്റിംഗ് ഫാക്ടർ അല്ല. ഓക്കെ, എവിടെ ഓഷ്യന്റെ കേസിൽ എന്നാൽ എസ്റ്ററീസിനും എസ്റ്ററീസിന് അതൊരു ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. പക്ഷെ ആർക്കെല്ലാം ഓഷ്യൻസിനല്ല. ഓക്കെ, കാരണം ഓഷ്യൻ എന്ന് പറയുന്നത് വളരെ വെള്ളം കൊണ്ട് നിറഞ്ഞ ഒരു എക്കോസിസ്റ്റം ആണല്ലേ. Then ഇവിടുത്തെ ഓർഗാനിസംസ് ഇവിടെ, അതായത് നമ്മുടെ മറൈൻ എക്കോസിസ്റ്റമിൽ കാണുന്ന ഓർഗാനിസംസ് അവരെങ്ങനത്തെ ഓർഗാനിസംസ് ആയിരിക്കും? ലൈറ്റിനെ അല്ലെങ്കിൽ ന്യൂട്രിയന്റിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവർ കാണുന്നത്. അതായത് നമുക്കറിയാം ഓഷ്യനിൽ സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സാൾട്ട് ടോളറൻസ് വേണം അല്ലെ, അല്ലെങ്കിൽ സാൾട്ട് ലവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓർഗാനിസംസിനാണ് ഈ എസ്റ്ററീസ് അല്ലെങ്കിൽ കോറൽ റീഫ്സ് പോലുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ എസ്റ്ററീസിനെ പറ്റി കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ എസ്റ്ററീസ് എന്താണ്? എസ്റ്ററീസ് എന്ന് പറയുന്നത് they are ecosystems where fresh water from rivers mixes with the salt water from the ocean. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് റിവേഴ്സിൽ നിന്നുള്ള ഫ്രഷ് വാട്ടറും ഓഷനിൽ നിന്നുള്ള സോൾട്ട് വാട്ടറും മീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ എസ്റ്ററി എന്ന് പറയുന്നത്. പൊഴി എന്നൊക്കെ പറയും, അഴിമുഖം എന്നൊക്കെ പറയുന്ന ആ ഒരു പോർഷൻ, ദാറ്റ് ഈസ് എസ്റ്ററി. They have abundant light and nutrients supporting large population of plants and animals. അപ്പോൾ ലാർജ് പോപ്പുലേഷൻ ഓഫ് പ്ലാന്റ്സിനെ അനിമൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്തുണ്ട്? പ്ലെന്റി ഓഫ് ലൈറ്റും ഉണ്ട്, ന്യൂട്രിയൻസും ഉണ്ട്. ആൻഡ് എസ്റ്ററിയിലുള്ള ഓർഗാനിസം എങ്ങനെയായിരിക്കും? സലൈനിറ്റി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും എസ്റ്ററിയിൽ കാണുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സോൾട്ട് വാട്ടറും ഫ്രഷ് വാട്ടറും കൂടെ മിക്സ് ആയിട്ട് ഒരു സോൾട്ടി എൻവയോൺമെന്റ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത് അല്ലേ? ചേഞ്ചിങ് സലൈനിറ്റി ആയിരിക്കും. അപ്പൊ ഈ ഒരു ചേഞ്ച് ചെയ്യുന്ന സലൈനിറ്റിയെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആയിരിക്കും എസ്റ്ററിയിൽ കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എസ്റ്ററീസിന്റെ ടൈപ്പ് ആണ് നോക്കുന്നത്. അപ്പം ഇവരുണ്ടായത് വെച്ചിട്ട്, അതായത് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ട് എസ്റ്ററീസ് ഒരു 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബാർ ബിൽറ്റ് അല്ലെങ്കിൽ ലഗൂൺ ടൈപ്പ് എസ്റ്ററീസ്. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഈ ബാർ-ബിൽറ്റ് എസ്റ്ററീസ് കാണുന്നത്. ചില ബാരിയേഴ്സ് അല്ലെങ്കിൽ സാൻഡ് ബാർസ് ഒക്കെ എന്ത് ചെയ്യുന്നു? സീ വാട്ടറിന്റെ ഒരു പർട്ടിക്കുലർ പോർഷനെ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു അല്ലെങ്കിൽ എൻക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പോർഷനിലേക്ക് കുറച്ച് സീ വാട്ടർ എന്താവും? പെട്ടുപോകും. ഓക്കെ, അങ്ങനെ ഒരു ചെറിയൊരു എക്കോസിസ്റ്റം പോലെ ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് ബാർ-ബിൽറ്റ് എസ്റ്ററി. അതായത് ഒരു ബാരിയർ ബീച്ച് അല്ലെങ്കിൽ ഒരു സാൻഡ് ബാർ സീയുടെ കുറച്ച് സെക്ഷനെ എന്ത് ചെയ്യുന്നു? ബാരിയർ പോലെ എന്ത് ചെയ്യുന്നു? എൻക്ലോസ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? കുറച്ച് സീ വാട്ടർ, ഒരു സെക്ഷൻ ഓഫ് സീ വാട്ടർ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതൊരു എക്കോസിസ്റ്റം പോലെ പ്രവർത്തിക്കും അല്ലെങ്കിൽ എക്കോസിസ്റ്റം പോലെ ആക്ട് ചെയ്യും. ആൻഡ് സീയിൽ നിന്ന് ചെറിയ ചെറിയ ഇൻലെറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് വാട്ടർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ടർ എത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇൻലെറ്റ്സും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാരെ നമ്മൾ ലഗൂൺ ടൈപ്പ് അല്ലെങ്കിൽ ബാർ-ബിൽറ്റ് എസ്റ്ററീസ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും എങ്ങനെയായിരിക്കും? ലോങ് ആയിരിക്കും ആൻഡ് നാരോ ആയിരിക്കും. ഓക്കെ, ഇടുങ്ങിയതായിരിക്കും. ദെൻ അധികം ഡെപ്ത് കാണില്ല, ഷാലോ ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി ആയിരിക്കും. ആൻഡ് ഇവർക്ക് എത്ര ഫീറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര അടിയായിരിക്കും താഴ്ചയുള്ളത്? 16 ഫീറ്റ്, 16 അടി ഒക്കെ ആയിരിക്കും ഇവരുടെ ഒരു താഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ബാർ-ബിൽറ്റ് അല്ലെങ്കിൽ ലഗൂൺ ടൈപ്പ് എസ്റ്ററി എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ ആണ് പാംലിക്കോ സൗണ്ട്. നോർത്ത് കരോലിനയിലുള്ള, അതായത് USA നോർത്ത് കരോലിനയിലുള്ള പാംലിക്കോ സൗണ്ട് എന്ന് പറയുന്ന എസ്റ്ററി ഒരു ബാർ-ബിൽറ്റ് എസ്റ്ററി ആണ്. അതായത് ഒരു സാൻഡ് ബാർ ബിൽറ്റ് ചെയ്ത എസ്റ്ററി ആണ്. ഓക്കെ, അടുത്തുള്ളതാണ് ഡ്രൗണ്ട് റിവർ വാലി എസ്റ്ററി. ഓക്കെ, അപ്പൊ ഇത് ഡ്രൗണ്ട് റിവർ വാലി എസ്റ്ററീസ് കോമൺ ആയിട്ട് കാണുന്നത് എവിടെയാണ്? ടെമ്പറേറ്റ് റീജിയനിലാണ്. അപ്പൊ ബാർ-ബിൽറ്റ് കാണുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയനിലാണെങ്കിൽ ഡ്രൗണ്ട് റിവർ വാലി കാണുന്നത് എവിടെയാണ്? ടെമ്പറേറ്റ് റീജിയനിലാണ്. അപ്പോ ഫ്രം വെയർ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? റിവർ വാലി ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റിവർ വാലിയിലേക്ക് സീ ലെവൽ റൈസ് സംഭവിച്ച സമയത്ത് എന്ത് ചെയ്തു? സീ വാട്ടർ ഫ്ലഡ് ഇൻ ചെയ്തു.
ഓക്കെ, സീ വാട്ടർ അതിന്റെ ഉള്ളിലേക്ക് നിറഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന എസ്റ്ററീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രൗണ്ട് റിവർ വാലി എസ്റ്ററീസ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ഇവർ ഏത് ഷേപ്പ് ആയിരിക്കും? ഒരു വെഡ്ജ് ഷേപ്പ് ആയിരിക്കും. ആൻഡ് സീഡ് അടുത്തേക്ക് പോകുമ്പോഴാണ് ഇവർ വൈഡൻ ചെയ്ത് ഡീപ്പൺ ചെയ്ത് വരുന്നത്. അതായത് സീഡ് അടുത്തേക്ക് പോകും തോറും ഇവര് ആഴം കൂടുകയും ബ്രോഡൻ ആവുകയും ചെയ്യും. എന്നാൽ സീഡിന് അകന്ന് വരുമ്പോഴത്തേക്കും അവരെന്താണ്, അവരുടെ ആഴം കുറയുകയും അവര് നാരോ ആവുകയും ചെയ്യും. ഇവരുടെ ഡെപ്ത് എത്രയാണ്? ഒരു 100 അടിയൊക്കെയാണ് ഇവരുടെ ഡെപ്ത് എന്ന് പറയുന്നത്. അതിൽ അധികവും ആകാം. ദെൻ ഇവിടെ എന്താണ്, ഈ ഒരു ഡ്രൗണ്ട് റിവർ വാലി ഭാവിയിൽ എന്താകാം? ഇൻക്രീസ് ആകാം. എങ്ങനെ? സീ ലെവൽ, ക്ലൈമാറ്റിക് ചേഞ്ച് കാരണം സീ ലെവൽ ഇനിയും റൈസ് ആയാൽ പിന്നെയും എന്ത് ചെയ്യാം? സീ വാട്ടർ ഫ്ലഡിങ് നടക്കാം. അങ്ങനെയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യും? ബ്രോഡൻ ആവും അല്ലേ കുറെ കൂടെ. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? സെവേൺ എസ്ചറി ഇൻ യുണൈറ്റഡ് കിങ്ഡം. യുകെയിലുള്ള സെവേൺ എസ്ചറി ആണ് ഒരു ഡ്രൗണ്ട് റിവർ വാലി എസ്ചറിയുടെ എക്സാമ്പിൾ. അപ്പോൾ ബാർബിൾറ്റ് കാണുന്നത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയനിലാണ്. സാൻഡ് ബാർസ് ആണ് ഇവരെ ഉണ്ടാക്കുന്നത്. ഷാലോ ആയിരിക്കും, ഒരു 16 അടിയൊക്കെ ആയിരിക്കും ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സീ വാട്ടറുമായിട്ട് ചെറിയ ചെറിയ ഇൻലെറ്റ്സ് വഴിയിട്ടായിരിക്കും ഇവർക്ക് കണക്ഷൻ ഉള്ളത്. ഡ്രൗണ്ട് റിവർ വാലി എങ്ങനെയാണ്? ടെമ്പറേറ്റ് റീജിയനിലായിരിക്കും. എക്സിസ്റ്റിംഗ് റിവർ വാലിയെ സീ വാട്ടർ ഫ്ലഡ് ചെയ്തുകൊണ്ടായിരിക്കും ഡ്രൗണ്ട് റിവർ വാലി എസ്റ്ററീസ് ഉണ്ടാവുന്നത്. വെഡ്ജ് ഷേപ്പ് ആണ്. ഒരു റയർലി 100 ഫീറ്റ് ഒക്കെ ഇവർക്ക് ഡെപ്ത് വരാറുണ്ട്. ദെൻ ഇവരെന്താണ്? സെവേൺ എസ്റ്ററി ആണ് ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് നമ്മള് ഓക്കെ, അടുത്ത ടൈപ്പ് കൂടെ നോക്കിയിട്ട് നമുക്ക് പിക്ചറിലേക്ക് വരാം. നെക്സ്റ്റ് വൺ ഈസ് ഫിയോഡ് ടൈപ്പ് എക്സ്ചറി. ഫജോഡ് എന്ന് എഴുതി നമ്മൾ ഫിയോഡ് എന്നാണ് വായിക്കുക. അപ്പൊ ഫിയോഡ് ടൈപ്പ് എക്സ്ചറി ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഗ്ലേഷ്യേറ്റഡ് റീജിയൻസിലാണ് ഈ ഒരു എസ്ചറി കാണപ്പെടുന്നത്. അതായത് ഗ്ലേഷ്യേഴ്സ് എന്ത് ചെയ്യുന്നു? യു ഷേപ്ഡ് വാലി, അതായത് ചില വാലീസിൽ മഞ്ഞ് എന്ത് ചെയ്യുന്നു? ആ മഞ്ഞിന്റെ ഒരു വെയിറ്റ് കാരണം കാർവ് ചെയ്ത് ഡീപ്പ് യു ഷേപ്ഡ് വാലീസ് ഉണ്ടാക്കുന്നു. ഈ യു ഷേപ്ഡ് വാലീസിൽ പിന്നീട് വെള്ളം നിറഞ്ഞിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫയോഡ് ടൈപ്പ് എസ്റ്ററീസ് ഉണ്ടാകുന്നത്. ഇതിനെന്താണ്? സ്റ്റീപ്പ് സൈഡ്സും ഭയങ്കര ആഴവുമായിരിക്കും. ഓവർ 1000 ഫീറ്റ് ആയിരിക്കും ഇവരുടെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് എന്തുണ്ടാവും? സബ്മേഴ്സ്ഡ് ബാരിയേഴ്സ് ഉണ്ടാവും. ആ ബാരിയേഴ്സ് ആണ് വാട്ടർ സർക്കുലേഷൻ എന്ത് ചെയ്യുന്നത്? റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഇവരുടെ ഈ ഒരു റിവർ വാലി, യു ഷേപ്ഡ് വാലിയുടെ മൗത്ത് സൈഡിലായിട്ട് എന്തുണ്ടായിരിക്കും? സിൽസ് അല്ലെങ്കിൽ സബ്മേർജ്ഡ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് വാട്ടർ സർക്കുലേഷൻ എന്ത് ചെയ്യുന്നത്? റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടിയിലേക്ക് പോകുമ്പോൾ, ഡീപ്പ് വാട്ടറിലേക്ക് പോകുമ്പോൾ അത് സ്റ്റാഗ്നന്റ് ആയിരിക്കും. അതായത് കാരണം സർക്കുലേഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും? അത് ഇങ്ങനെ സ്റ്റാൻഡിങ് ആയിരിക്കും ആ വാട്ടർ. എന്തെങ്കിലും ഒരു സ്ട്രോങ് സ്റ്റോം ഒക്കെ വരുമ്പോഴാണ് ആ ഒരു വാട്ടറിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ എന്താണ്? ഫയോഡ് അലോങ് ദ കോസ്റ്റ് ഓഫ് നോർവേ. നോർവേയിലുള്ള ഫയോഡ്സ് ആണ് ഇത്, ഈ ഒരു ഫയോഡ് ടൈപ്പ് എസ്റ്ററിക്ക് എക്സാമ്പിൾ. ദെൻ ടെക്ടോണിക്കലി പ്രൊഡ്യൂസ്ഡ് എസ്റ്ററി എന്ന് പറഞ്ഞാൽ എർത്ത് ക്വേക്കോ വോൾക്കാനിക് എറപ്ഷനോ അല്ലെങ്കിൽ ലാൻഡ് സബ്സിഡൻസോ ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ക്രെവിസസ് അല്ലെങ്കിൽ ഡിപ്രഷനിൽ വെള്ളം നിറഞ്ഞിട്ട് അല്ലെങ്കിൽ സീ വാട്ടർ ഫ്ലഡ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന എസ്റ്ററീസ് ആണ് ടെക്ടോണിക്കലി പ്രൊഡ്യൂസ്ഡ് എസ്റ്ററീസ്. അപ്പൊ ഇതൊരു ലെസ് കോമൺ ആണ്. ബാക്കി ടൈപ്സിനെ വെച്ച് നോക്കുമ്പോൾ അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു ടൈപ്പ് ആണ്. എക്സാമ്പിൾ, ഈ ഒരു ടെക്ടോണിക്കലി പ്രൊഡ്യൂസ്ഡ് എസ്റ്ററിക് എക്സാമ്പിൾ ആണ് സാൻ ഫ്രാൻസിസ്കോ ബേ. USA സാൻ ഫ്രാൻസിസ്കോ ബേ ആണ് ടെക്ടോണിക്കലി പ്രൊഡ്യൂസ്ഡ് എസ്റ്ററിക്ക് എക്സാമ്പിൾ. ഇനി ഇതാണ് ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സാൻഡ് ബാർസ് ബിൽറ്റ് ചെയ്യുന്ന എസ്റ്ററിയാണ് ആദ്യം തന്നിട്ടുള്ള ബാർ ബിൽറ്റ് എസ്റ്ററി, അല്ലെങ്കിൽ അവ നമ്മൾ ലഗൂൺ ടൈപ്പ് എസ്റ്ററി എന്ന് പറയും. രണ്ടാമത് റിവർ വാലീസിൽ സീ വാട്ടർ ഫ്ലഡ് ചെയ്തുണ്ടാകുന്നതാണ് ഡ്രൗണ്ട് റിവർ വാലി. ദെൻ ടെക്ടോണിക്കലി എർത്തക്വേക്ക് ഉണ്ടാക്കുന്ന ഡിപ്രഷനിൽ സീ വാട്ടർ ഫ്ലഡ് ചെയ്തുണ്ടാകുന്നതാണ് ടെക്ടോണിക് എസ്റ്ററി. ദെൻ ഫിയോഡ്സ് എങ്ങനെയാണ്? ഗ്ലേഷ്യേഴ്സ് കാർവ് ചെയ്ത് യു ഷേപ്ഡ് വാലിയിൽ പിന്നീട് സീ വാട്ടർ ഫ്ലഡ് ചെയ്തുണ്ടാകുന്ന എസ്റ്ററിയാണ് ഫിയോഡ്സ്. ഫിയോഡ്സിന്റെ ഉള്ളിൽ എന്താണ്? സബ്മേർജ്ഡ് ബാരിയേഴ്സോ സിൽസോ ഒക്കെ കാണും. അപ്പൊ ഈ സിൽസ് എന്ത് ചെയ്യും? ഫർദർ എന്താണ്? വാട്ടർ സർക്കുലേഷനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോറൽ റീഫ്സിനെ പറ്റിയിട്ടാണ്. കോറൽ റീഫ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണല്ലേ കോറൽ റീഫ്സ്. കടലിനടിയിൽ കാണുന്ന ലൈം സ്റ്റോൺ ഐലൻഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറൽ റീഫ്സ് എന്ന് പറയുന്നത്. ഈ കോറൽ റീഫ്സിനെ ഉണ്ടാക്കുന്നത് ആരാണ്? പോളിപ്സ്.
പോളിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീലൻഡറേറ്റ ഇതിനകത്ത് വരുന്ന ആൾക്കാരാണ്. ഓക്കെ, പോളിപ്സ് ആണ് ഈ ഒരു കോറൽ റീഫ്സിനെ ഉണ്ടാക്കുന്നത്. ഇനി they host thousands of plants and animal species, making them highly diverse ecosystem. അതായത് ഈ ഒരു കോറൽ റീഫ് എന്ന് പറയുന്നത് ഒരുപാട് പ്ലാന്റ്സിന്റെയും അനിമൽ സ്പീഷീസിന്റെയും ഒരു ഹാബിറ്റാറ്റ് ആണ്. ഓക്കെ, അവരുടെ ഫീഡിംഗ് ഗ്രൗണ്ട് ആണ് ഈ കോറൽ റീഫ് എന്ന് പറയുന്നത്. ഭയങ്കര ഡൈവേഴ്സ് എക്കോസിസ്റ്റം ആണ് ഈ കോറൽ റീഫ് എന്ന് പറയുന്നത്. കോറൽസിന് വാം ആയിട്ടുള്ള ഷാലോ സോൾട്ട് വാട്ടർ ആണ് വേണ്ടത്. കാരണം എന്ത് ചെയ്യണം, അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാം ഷാലോ സോൾട്ട് വാട്ടർ ആണ് ഇവര് പ്രിഫർ ചെയ്യുന്നത്. ദെയർഫോർ ഇവര് കാണുന്നത് എവിടെയായിരിക്കും? ഷാലോ ട്രോപ്പിക്കൽ സീസിലായിരിക്കും കോറൽ റീഫ്സ് കാണപ്പെടുന്നത്. ദെൻ എക്സ്ട്രീം ടെമ്പറേച്ചർ, അതായത് ടു കോൾഡോ ടു ഹോട്ടോ ആണെങ്കിൽ, അതുപോലെ ഫ്രഷ് വാട്ടർ ഇൻഫ്ലക്സും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ കോറൽ ഐലൻഡ്, അതായത് ലൈം സ്റ്റോൺ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പം ഈ ഒരു ലൈം സ്റ്റോൺ പ്രൊഡക്ഷനെ ഹിൻഡർ ചെയ്യും. അപ്പം ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഇൻഫ്ലോ വന്നാലും കോറൽസ് സർവൈവ് ചെയ്യില്ല. അപ്പൊ കോറൽസിന് എന്താണ് വേണ്ടത്? വാം ആയിട്ടുള്ള ഷാലോ സോൾട്ട് വാട്ടർ ആണ് വേണ്ടത്. ദെൻ മഡി, പൊല്യൂട്ടഡ് അല്ലെങ്കിൽ ന്യൂട്രിയൻ റിച്ച് വാട്ടർ ഡിസ്റ്റർബ്സ് ആൽഗെ ബാലൻസ്, ഹാമിങ് കോറൽസ്. അപ്പൊ കൂടുതൽ പൊല്യൂട്ടഡോ അല്ലെങ്കിൽ ന്യൂട്രിയൻ റിച്ചോ മഡിയോ ആയിട്ടൊക്കെ ഉള്ള വാട്ടർ ആണെങ്കിലും ആൽഗയുടെ ബാലൻസ്, അതായത് മറ്റുള്ള ആൽഗ എന്ത് ചെയ്യും? അവിടെ വളരുകയും, അതായത് നമ്മുടെ കോറൽസിന്റെ ഉള്ളില് അവർക്കൊരു സിംബയോൺസ് ഉണ്ട്. ഓക്കെ, സിംബയോട്ടിക് ആൽഗയുണ്ട്. അത് നമ്മൾ സൂസാന്തല്ലെ എന്ന് പറയും. ഈ സൂസാന്തല്ലയാണ് കോറൽസിന് എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സൂസാന്തല്ലയ്ക്ക് എന്ത് കിട്ടും? ഒരു ഷെൽട്ടർ കിട്ടും, ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കോറൽസ്. അപ്പൊ അതൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അപ്പൊ ഈ ആൽഗയ്ക്ക് പകരം മറ്റുള്ള ആൽഗകൾ എന്ത് ചെയ്യും? അവിടെ വന്ന് വളരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോറൽസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? സർവൈവ് ചെയ്യാൻ പറ്റില്ല. കോറൽസിന് ഹാംഫുൾ ആണ്. ദെൻ ഓയിൽ സ്പിൽസ്, സാധാരണ നമ്മുടെ സീൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ചില പ്രശ്നങ്ങളാണ് ഈ ഓയിൽ സ്പില്ല്, അതുപോലെ സീവേജ് റൺ ഓഫ് ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്തിന് കാരണമാകാം? കോറൽ റീഫ്സിന്റെ ഡാമേജിന് കാരണമാകാം. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. കോറൽ ബ്ലീച്ചിങ് ഒരു ക്രിട്ടിക്കൽ എൻവയോൺമെന്റൽ ക്രൈസിസ് ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഓഷ്യന്റെ അസാധാരണമായുള്ള വാർമിംഗ് കാരണം, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കാരണമാണ് ഈ ഒരു കോറൽ ബ്ലീച്ചിങ് നടക്കുന്നത്. നമുക്കറിയാം, കോറൽസിന് ഒരു സിംബയോട്ടിക് ആൽഗ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതാണ് സൂസാന്തല്ലെ. ഈ സൂസാന്തല്ലെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ കോറൽസ് എന്ത് ചെയ്യും? ഈ സൂസാന്തല്ലെ അവരുടെ ബോഡിയിൽ നിന്ന് എക്സ്പെൽ ചെയ്ത് കളയും. ഓക്കെ, അങ്ങനെ എക്സ്പെൽ ചെയ്ത് കളയുമ്പോൾ ഇവരുടെ കളറും നഷ്ടമാകും, അതുപോലെ ഇവരുടെ എനർജിയും നഷ്ടമാകും. അപ്പൊ അങ്ങനെയുള്ള കോറൽസ് എന്താണ്? മറ്റുള്ള ബാക്ടീരിയൽ, ഫംഗൽ, ആൽഗൽ ഇൻഫെക്ഷൻസിനൊക്കെ അല്ലെങ്കിൽ അവരെ ബാധിക്കാം. ഓക്കെ, എന്ത്? മറ്റുള്ള ആൽഗൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ബാധിക്കാം. അപ്പൊ ഇവരെ കളർ പോയി കഴിഞ്ഞിട്ട് ഇവർ എന്ത് കളറിലിരിക്കും? ഒരു വൈറ്റ് കളറിൽ നിൽക്കും. അപ്പൊ അതാണ് ഈ കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ലൈറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ സലൈനിറ്റിയിലും ന്യൂട്രിയൻസിലും ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമ്പോഴാണ് കോറൽസ് എന്ത് ചെയ്യുന്നത്? അവരുടെ എൻഡോസിംബിയോണ്ടിനെ എന്ത് ചെയ്യുന്നത്? എക്സ്പെൽ ചെയ്ത് കളയുന്നത്. അങ്ങനെ എക്സ്പെൽ ചെയ്ത് കളഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യും? ഒരു വൈറ്റ് കളറിൽ റിമെയിൻ ചെയ്യും. ആൻഡ് ഈ വൈറ്റ് കളറിലായി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഇവരിലെ സൂസാന്തല്ലയാണ് ഇവർക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഫുഡ് ഇല്ലാതെ ഇവർ നശിച്ചു പോകാം. മാത്രമല്ല, മറ്റുള്ള ആൽഗയോ ഫംഗസോ ഒക്കെ ഇൻഫെക്ട് ചെയ്ത് ഇവരെ നശിപ്പിക്കാം. ദാറ്റ് ഇസ് കോറൽ ബ്ലീച്ചിങ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു കറണ്ട് സിനാരിയോയില് നമ്മുടെ കോറൽസ് ഫേസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ് ഈ കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ഒരു ഹെൽത്തി കോറൽ ആണെങ്കിൽ എങ്ങനെയിരിക്കും? ആൽഗ അതിനകത്ത് ഉണ്ടായിരിക്കും. അവർക്ക് എന്താണ്? സിംബയോട്ടിക് അസോസിയേഷൻ, അതായത് സിംബയോട്ടിക് അസോസിയേഷൻ വഴി ആൽഗ എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. കോറൽ എന്ത് ചെയ്യും? ഒരു ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും. സ്ട്രെസ്ഡ് കോറൽ ആണെങ്കിൽ എന്താണ്? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് സ്ട്രെസ്സിലേക്ക് പോകും. അതായത് ഓഷ്യൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവർ സ്ട്രെസ്സിലേക്ക് പോകും. ആൻഡ് ഇവരെന്ത് ചെയ്യും? കോറൽസ് അവരുടെ സൂസാന്തല്ലയെ എക്സ്പെൽ ചെയ്യും. അങ്ങനെ എക്സ്പെൽ ചെയ്ത് കളയുമ്പോൾ കോറൽ എന്താ?
ബ്ലീച്ച്ഡ് ആകും, അതിന്റെ കളർ മാറും, കളർ പോകും, വൈറ്റ് കളറിലേക്ക് മാറും. ആൻഡ് ഇവരുടെ മേജർ സോഴ്സ് ഓഫ് ഫുഡ് പോകുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഡിസീസസിന് സസെപ്റ്റബിൾ ആകും. ഡെഡ് കോറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോറൽസ് ബ്ലീച്ച് ആയി എന്നിട്ട് എന്ത് ചെയ്യും? മറ്റുള്ള ആൽഗകൾ എന്ത് ചെയ്യും? ഇതിലേക്ക് വന്ന് എക്സ്പോസ്ഡ് സ്കെലിറ്റനിൽ മറ്റുള്ള ആൽഗെ അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ വന്ന് ഗ്രോ ചെയ്യും. അതാണ് ഡെഡ് കോറൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തൊക്കെ കൊണ്ടായിരിക്കും? ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട്, അല്ലെങ്കിൽ പൊല്യൂഷൻ, റൺ ഓഫ് ആൻഡ് പൊല്യൂഷൻ കൊണ്ടും, അല്ലെങ്കിൽ ഓവർ ആയിട്ട് സൺലൈറ്റിന് എക്സ്പോസ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം ലോ ടൈഡ്സ് ഒക്കെ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഈ കോറൽ ബ്ലീച്ചിങ് നടക്കുന്നത്. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്, മഡ് ബാങ്ക്. അതായത് നമ്മൾ ചാകര എന്ന് പറയും. അപ്പൊ ഈ ചാകര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കേരള കോസ്റ്റിലും സൗത്ത് അമേരിക്ക കോസ്റ്റിലും മാത്രം കാണുന്ന, സീസണലി കാണുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഈ മഡ് ബാങ്ക്സ് അല്ലെങ്കിൽ ചാകര എന്ന് പറയുന്നത്. ഇതെന്താണ്? കാം ടർബിഡ് കോസ്റ്റൽ വാട്ടേഴ്സ് വിത്ത് ഹൈ സസ്പെൻഡഡ് സെഡിമെന്റ്സ് ഡ്യൂറിങ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സമയത്ത് കാം ആയിട്ടുള്ള, ടർബിഡ് ആയിട്ടുള്ള, അതായത് കലങ്ങിയ ഒരു കോസ്റ്റൽ വാട്ടർ വിത്ത് ഹൈ സസ്പെൻഡഡ് സെഡിമെന്റ്സ് ആണ് ഈ മഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇവരെന്താണ്? അവർക്ക് വേവ് ആക്ഷൻ കുറവായിരിക്കും, അതായത് തിരമാല വളരെ കുറവായിരിക്കും അവരിൽ. അപ്പൊ അവരെന്താണ്? ഒരു ഓയിലി, ഒരു മഡ് ഡാർക്ക് ഗ്രീൻ കളറിലൊക്കെ ഇരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ ലോക്കലി കേരളയിൽ എന്താ പറയുന്നത്? ചാകര എന്ന് പറയും. ഓക്കെ, ഇത് എവിടെ? നമ്മള് കേരളത്തില് കൊല്ലത്തിനും കണ്ണൂരിനും ഇടയ്ക്കാണ് ഈ ചാകര ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. ഫേമസ് സൈറ്റ്സ് ഏതൊക്കെയാണ്? ഞാറയ്ക്കൽ, അതായത് കൊച്ചിയിലെ ഞാറയ്ക്കൽ, ദെൻ ആലപ്പി, കാലിക്കറ്റ്, കൊയിലാണ്ടി, ബേപ്പൂർ, വെളിയങ്ങോട്, മുനമ്പം, നിയർ ചെല്ലാനം, ഇവിടെയൊക്കെയാണ് മേജർ ആയിട്ട് ഈ ചാകര എന്ന് പറയുന്നൊരു ഫിനോമിനൻ നടക്കുന്നത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, മഡ് ബാങ്ക്സ്, അപ്പൊ ഈ ചാകര സമയത്ത് നമുക്കറിയാം ഒരുപാട് ഫിഷ് കരയിലേക്ക് കയറി വരുമല്ലേ, ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സമയത്ത് സെഡിമെന്റ്സ് എന്ത് ചെയ്യും? ഈ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കാം ന്യൂട്രിയൻ റിച്ച് വാട്ടർ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഈ ന്യൂട്രിയൻ റിച്ച് വാട്ടർ എന്ത് ചെയ്യും? ഒരു ലാർജ് ഷോൾസ് ഓഫ് ഫിഷിന്റെ ഗ്രൂപ്പിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? ഫിഷസ് ഈ മഡ് ബാങ്ക്സിന്റെ അടുത്തേക്ക് വരികയും നമുക്ക് അവരെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന ഫിഷസ്, ചാകര വഴി നമുക്ക് കിട്ടുന്ന ഫിഷസ് ഏതൊക്കെയാണ്? സാർഡൈൻ, ആങ്കോവിസ്, പ്രോൺസ്, അതുപോലെ മറ്റുള്ള ചെറിയ ചെറിയ സ്പീഷീസ് നമുക്ക് കിട്ടാറുണ്ട്. യൂഷ്വൽ ആയിട്ട് കിട്ടുന്നത് സാർഡൈൻസ് ആണ്, അല്ലെ? സാർഡൈൻസ്, ആങ്കോവീസും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫിഷ് വന്ന് ട്രാപ്പ് ആകുന്നതല്ല, പകരം എന്താണ്? ഈ ഒരു പ്രതിഭാസം കാണുമ്പോൾ, അല്ലെങ്കിൽ ന്യൂട്രിയൻ റിച്ച് വാട്ടർ കാണുമ്പോൾ ഫിഷ് അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ടേക്ക് കോൺഗ്രിഗേറ്റ് ചെയ്യുന്നു, അവിടെ ഫീഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? കോൺഗ്രിഗേറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രഡീഷണൽ ഫിഷർമെൻ എന്ത് ചെയ്യാൻ പറ്റും? അവരെ എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എന്ത്? മഡ് ബാങ്ക്സ്. ഓക്കെ, ഇനി തന്നിട്ടുള്ളത് കേരള കോസ്റ്റിലുണ്ടായ ഒരു മഡ് ബാങ്കിന്റെ ഒരു പിക്ചറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. എന്തൊക്കെയാണ് നമ്മൾ ലിംനോളജി നോക്കിയത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം നോക്കി. ദെൻ നമ്മൾ ലേക്കിന്റെ ഡിഫറെന്റ് സോൺസ് നോക്കി, അല്ലെ? സോൺസ് നോക്കി. ദെൻ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ദെൻ നമ്മൾ കുറച്ച് വെറ്റ്ലാൻഡ്സ്, മാർഷസ്, സ്വാമ്പിനെ പറ്റിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ മറൈൻ എക്കോസിസ്റ്റത്തിനെ പറ്റി നോക്കി. എന്തൊക്കെയാണ് എസ്റ്റോറി, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എസ്റ്റോറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കോറൽ റീഫ്സിനെ പറ്റി, അവരുടെ കോറൽ ബ്ലീച്ചിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ മഡ് ബാങ്ക്സിനെ പറ്റി. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നിന്ന് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള, നമുക്ക് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ഈസി ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്, ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഇതിനകത്തുനിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണ്? സോൺസോ അല്ലെങ്കിൽ ലൈറ്റ് പെനിട്രേഷന്റെ കാര്യമൊക്കെ ചോദിക്കാം ലേക്കിൽ, അല്ലെ? ദെൻ തെർമോക്ലൈനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സഡൻ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്ന തെർമോക്ലൈനെ പറ്റിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോറൽ ബ്ലീച്ചിങ്ങിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ എസ്റ്റോറീസിനെ പറ്റി ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾസോ മറ്റൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.